കർത്താവിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ അമ്മ മാതാവ് സ്വർഗം വിട്ടിറങ്ങി വന്ന ഇംഗ്ലണ്ടിലെ എയിൽസ്ഫോർഡിലെ പുണ്യഭൂമിയിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. ഈ കഴിഞ്ഞ 2-ാം ശനിയാഴ്ച ഷെക്കേന യൂറോപ്പിൻ്റെ ലോഞ്ചിങ് ആയിരുന്നു. അത്ഭുതകരമായി തൻ്റെ വിശ്വസ്തതയിൽ ആ ലോഞ്ചിങ് സെറമണി വളരെ ഭംഗിയായി നിർവഹിക്കുവാൻ കർത്താവ് നമ്മോട് കരുണ കാണിച്ചു. നിങ്ങൾ നൽകിയ പ്രാർത്ഥനയ്ക്കും പ്രോത്സാഹനത്തിനും ഇന്നേ വരെ നൽകപ്പെട്ട സ്നേഹത്തിനും ഒത്തിരി സന്തോഷത്തോടെ ഈശോയുടെ നാമത്തിൽ നന്ദി അറിയിക്കുകയാണ്. ഷെക്കേന യൂറോപ്പിൻ്റെ ലോഞ്ചിങ്ങിനോട് ബന്ധപ്പെട്ട് പരിശുദ്ധ അമ്മ മാതാവിൻ്റെ സന്നിധിയിൽ വന്ന് അമ്മയെ മഹത്വപ്പെടുത്തുവാനും അമ്മയോടൊപ്പം പരിശുദ്ധ ത്രിത്വത്തെ ആരാധിക്കുവാനുമാണ് ഈ പുണ്യഭൂമിയിലേക്ക് വന്നിരിക്കുന്നത്. നിങ്ങളേവരുടെയും നിയോഗങ്ങളും ആവശ്യങ്ങളും ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുകയാണ്. 1251 വിശുദ്ധനായ സൈമൺ സ്റ്റോക്ക്, നമ്മൾ ഈ പുറകിൽ കാണുന്ന സ്തൂപം, വിശുദ്ധൻ്റെ സ്കൾ തലയോട്ടിരിക്കുന്ന ആ അഭിഷേകം നിറഞ്ഞ സ്തൂപമാണ്. ആയിരങ്ങളാണ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ദൈവകൃപയും ദൈവാനുഗ്രഹവും സ്വന്തമാക്കുന്നത്. കണ്ണുനീരോടെ വിശുദ്ധനായ സൈമൺ സ്റ്റോക്ക് തൻ്റെ സഭയെ പ്രതി ആകുലപ്പെടുകയാണ്. അന്ന് കർമ്മലിത്ത സഭ യൂറോപ്പിൽ പല വെല്ലുവിളികളും നേരിടേണ്ടി വന്നു. തൻ്റെ സഭയ്ക്ക് വളർച്ച വരുന്നില്ല, വിവിധങ്ങളായ പ്രതിസന്ധികൾ. ഇംഗ്ലണ്ടിലെ കർമ്മലിത്ത സഭയുടെ അധിപനായിരുന്നു വിശുദ്ധനായ സൈമൺ സ്റ്റോക്ക്. അദ്ദേഹം രാത്രികാലങ്ങളിലെല്ലാം വളരെ വേദനയോടെ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമായിരുന്നു. തൻ്റെ സഭയ്ക്ക് വളർച്ചയുണ്ടാകുവാൻ, തൻ്റെ സഭയിൽ നിലനിന്നിരുന്ന പല പ്രതിസന്ധികളും അസ്വസ്ഥതകളും പരിശുദ്ധ അമ്മയുടെ ഇടപെടലുകളിലൂടെ പരിഹരിക്കപ്പെടുവാൻ ഹൃദയനുറുക്കത്തോടെ വിശുദ്ധൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 1251 ജൂലൈ മാസം 15-ാം തീയതി രാത്രികാലം ഹൃദയ തകർച്ചയോടെ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ സൈമൺ സ്റ്റോക്ക് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ 16-ാം തീയതി ഏർലി മോർണിംഗ് ഉണ്ണീശോയുമായി പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെടുകയാണ്. വലിയ മലാഖമാരുടെ സൈന്യവ്യൂഹം അമ്മയോടൊപ്പം ഉണ്ടായിരുന്നു. പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ ഉത്തിരിയും ഉണ്ടായിരുന്നു. ഉത്തിരിയും നീട്ടിക്കൊണ്ട് വിശുദ്ധനായ സൈമൺ സ്റ്റോക്കിനോട് അമ്മ പറഞ്ഞു, നിന്റെ സഭയ്ക്ക് വേണ്ടി ഞാൻ നൽകുന്ന ആയുധമാണ്, നീ ഇത് ധരിക്കുക. നിന്റെ സഭയിലുള്ളവരെയും നീ ഇത് ധരിപ്പിക്കുക. അത്ഭുതകരമായ വിജയമുണ്ടാകും, സഭ നേരിടുന്ന പ്രതിസന്ധികളിൽ പരിഹാരമുണ്ടാകുമെന്ന് പറഞ്ഞ് അമ്മ ഉത്തിരിയും സൈമൺ സ്റ്റോക്കിനെ അണിയിപ്പിക്കുകയാണ്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, സ്വർഗം നൽകിയ ശക്തമായ ആയുധമാണ് ഉത്തിരിയം. ആ ഉത്തിരിയം സഭയ്ക്ക് നൽകപ്പെട്ടത് ഈ പുണ്യഭൂമിയിൽ വെച്ചാണ്, ഇംഗ്ലണ്ടിലെ എയിൽസ്ഫോർഡിൽ. ആ മണ്ണിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. നമുക്ക് അമ്മയോടൊപ്പം പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മുടെ സഭയിൽ പല പ്രതിസന്ധികളുമുണ്ട്. സഭ ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നു. അകത്തു നിന്നും പുറത്തു നിന്നും വിവിധങ്ങളായ പ്രതിസന്ധികൾ സഭ ഇന്ന് അനുഭവിക്കുന്നുണ്ട്. ഇതിനുള്ള ഒരു പരിഹാരം സഭയുടെ അമ്മയായ പരിശുദ്ധ അമ്മ മാതാവിനോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ഈ ഉത്തിരിയം ഭക്തി നമ്മൾ പ്രചരിപ്പിക്കുമ്പോഴും, സഭാമക്കളായ നമ്മൾ ഓരോരുത്തരും ഏറ്റവും യോഗ്യതയോടെ ഈ ഉത്തിരിയം അണിയുമ്പോഴും നമ്മുടെ സഭയിൽ അനുഗ്രഹമുണ്ടാവുകയാണ്. സഭയിലെ പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുകയാണ്. മാനുഷിക ബുദ്ധിക്ക് അപ്പുറമായി സ്വർഗത്തിൻ്റെ ഇടപെടലുകൾ പരിശുദ്ധ അമ്മയിലൂടെ സംഭവിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കുക. നമ്മുടെ കുടുംബങ്ങൾ വലിയ പ്രതിസന്ധിയിലാണ്. ഒരുപാട് കുടുംബങ്ങൾ തകർച്ചയുടെ വക്കിലാണ്. വിവാഹമോചനങ്ങൾ പെരുകുന്നു, ദാമ്പത്യ ബന്ധങ്ങൾ തകരുന്നു. നിസാര കാര്യങ്ങളെ ചൊല്ലി കുടുംബത്തിൽ നിരന്തരമായ കലഹങ്ങളും അസ്വസ്ഥതകളല്ല. ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് ഇന്ന് നമ്മുടെ കുടുംബങ്ങൾ കടന്നു പോകുന്നത്. നമ്മുടെ അമ്മ തിരുകുടുംബത്തിൻ്റെ നാഥയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബങ്ങളെ കർമ്മല മാതാവിന് സമർപ്പിക്കുക. അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഉത്തിരിയ ഭക്തിയും നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരും ഉത്തിരിയം അണിഞ്ഞ് അമ്മയോടൊപ്പം പ്രാർത്ഥിക്കുമ്പോൾ
ആത്മാവിൻ്റെ നിറവിൽ വളരുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ സ്നേഹം, സമാധാനം, ആനന്ദം എല്ലാം രൂപപ്പെടുകയാണ്. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ പുണ്യഭൂമിയിലായിരിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ നിയോഗങ്ങളും ആവശ്യങ്ങളും ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുകയാണ്. അമ്മയിലൂടെ നൽകപ്പെട്ട വിവിധങ്ങളായ കൃപാദാനങ്ങളാൽ നമ്മുടെ വ്യക്തി ജീവിതവും കുടുംബങ്ങളും സമൂഹങ്ങളും നമ്മുടെ സഭയും പൂരിതമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒപ്പം ഡിസംബർ 12-ാം തീയതി ഗുഡലുപ്പ അമ്മയുടെ ഫീസ്റ്റാണ്. ഷെക്കേന ന്യൂസിന് ഗുഡലുപ്പ അമ്മയുമായി വലിയൊരു ബന്ധമുണ്ട്. ഗുഡലുപ്പ അമ്മയുടെ ഈ തിരുനാൾ ദിനത്തിലാണ് ഷെക്കേന ന്യൂസിന് അപ്രൂവൽ ലഭിക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ അമ്മയുടെ ഡയറക്റ്റ് ഇടപെടലിലൂടെയാണ് ഇന്ന് സഭയ്ക്ക് ശബ്ദമായി തീരുന്ന ഈ മാധ്യമ ശുശ്രൂഷ നമ്മുടെ കരങ്ങളിൽ സ്വർഗമേൽപ്പിച്ചു തന്നത്. നമുക്ക് ഗുഡലുപ്പ അമ്മയോടും ചേർന്ന് പ്രാർത്ഥിക്കാം. അമ്മ പറഞ്ഞ വാക്കുകൾ ജോൺ ഡിയോഗയോട്, ഞാൻ നിന്റെ അമ്മയല്ലേ, ഞാൻ ഇവിടെ ഇല്ലേ, എന്തിനാണ് നീ ഭയപ്പെടുന്നത്? അമ്മ എല്ലാം നോക്കിക്കൊള്ളാം. നമ്മുടെ എല്ലാ പ്രതിസന്ധികളും, നമ്മുടെ എല്ലാ ദുഃഖങ്ങളും, നമ്മുടെ ദുരിതങ്ങളെല്ലാം അമ്മ മാതാവിനെ ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ കരുതുന്ന ഒരു അമ്മ നമുക്ക് കൂട്ടിനുണ്ട്. അമ്മ എല്ലാം ക്രമപ്പെടുത്തിക്കൊള്ളും, അമ്മ എല്ലാം നോക്കിക്കൊള്ളും. ഈ ഒരു പ്രത്യാശയോടെ നമുക്ക് അമ്മയോട് ചേർന്ന് നിൽക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഒരിക്കൽ കൂടെ അമ്മ മാതാവിൻ്റെ വിമലഹൃദയത്തിന് സമർപ്പിച്ചുകൊണ്ട് എല്ലാവരെയും നമ്മുടെ കർത്താവ് സമൃദ്ധമായി